CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കൊച്ചിയിലെ ED ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് ED ഓഫീസിന് കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി സഹിൻ ആന്റണി ചേരുന്നുണ്ട്. സഹിൻ, മണിക്കൂറുകളായി ഇപ്പോഴും ചോദ്യം ചെയ്യൽ തുടരുകയാണോ? എന്തൊക്കെ കാര്യങ്ങളാണ് ED പ്രധാനമായും ചോദിച്ചറിയുന്നത്? CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ ടി ഇന്ന് 10:25 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നമ്മൾ ഈ കാണുന്ന ഓഫീസിലെത്തിയത്. വലിയ പോലീസ് കാവലുണ്ടായിരുന്നു. നമുക്ക് അറിയാം, കഴിഞ്ഞ തവണ വീണ ടിയുടെ വീട്ടിലടക്കം പരിശോധന നടത്തിയപ്പോൾ അന്ന് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. ഒരുപക്ഷെ അത് മുന്നിൽ കണ്ടായിരിക്കാം പോലീസ് കാവൽ ഏർപ്പെടുത്തിയിരുന്നത്. ഇന്ന് 10:25 വീണ ടി എത്തിയത് വീണയുടെ ഭർത്താവ് റിയാസിനോടൊപ്പമായിരുന്നു. എന്നാൽ റിയാസ് അകത്തേക്ക് കയറാൻ തയ്യാറായില്ല. തുടർന്ന് അഭിഭാഷകയും വീണയുമാണ് അകത്തേക്ക് കയറിയത്. 12 മണിയോടുകൂടിയാണ് വീണയുടെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഒരുപക്ഷെ അത് നീണ്ടുപോകാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ CMRL എക്സാലോജിക് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2,73,00,000 രൂപ CMRL നിന്നും എക്സാലോജിക് വീണയുടെ കമ്പനിയായ എക്സാലോജിക് വാങ്ങി എന്നുള്ളതാണ് SFIO അടക്കമുള്ള ഏജൻസികളുടെ കണ്ടെത്തൽ. അതേ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസ് പരിശോധിക്കുന്നതും പിന്നീട് അന്വേഷണം ആരംഭിക്കുന്നതുമെല്ലാം. പല ഘട്ടങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടി CMRL കോടതിയെ സമീപിച്ചിരുന്നു. അപ്പോഴെല്ലാം കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചത്. ഇതേ തുടർന്നാണ് വീണ അടക്കമുള്ള 12 ഇടങ്ങളിൽ പരിശോധന നടത്തിയതും പിന്നീട് ഇവരെയൊക്കെ നേരിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്താൻ തീരുമാനിച്ചതും. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വീണയെ ആദ്യം ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരുന്നെങ്കിലും ശാരീരികമായ ബുദ്ധിമുട്ട് പറഞ്ഞുകൊണ്ട് വീണ ഒഴിവാകുകയായിരുന്നു. തുടർന്ന് ഇന്നാണ് വീണ ചോദ്യം ചെയ്യലിനായി എത്തിയിട്ടുള്ളത്. 2,73,00,000 രൂപ എക്സാലോജിക് കമ്പനി CMRLന് IT സേവനങ്ങൾ അടക്കം ചെയ്തു കൊടുക്കാൻ വേണ്ടി വാങ്ങിയത് എന്നുള്ളതായിരുന്നു CMRL ഉടമ ശശിധരൻ കർത്തയുടെ മകനും മകളും ഒപ്പം തന്നെ ഭാര്യയും നൽകിയിട്ടുള്ള മൊഴി. അതായത് CMRLന്റെ സഹസ്ഥാപനമായിട്ടുള്ള നിപുണ വഴിയാണ് ഈ 2,73,00,000 രൂപ കൈമാറിയിട്ടുള്ളത്. ആ പണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ IT സേവനങ്ങൾ അടക്കമുള്ളവയ്ക്ക് കൈമാറി എന്നുള്ളതായിരുന്നു പറയുന്നത്. പക്ഷേ യാതൊരു വിധത്തിലുള്ള സേവനവും വീണയുടെ കമ്പനി നൽകിയിട്ടില്ല എന്നുള്ളതായിരുന്നു SFIയുടെയും ആദായ നികുതി വകുപ്പിൻ്റെയും എല്ലാം കണ്ടെത്തൽ. അതുതന്നെയാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യൽ ആ രീതിയിലേക്ക് നീളാനുള്ള സാധ്യതയും നമ്മൾ മുന്നിൽ കാണുന്നതും. എന്തായാലും ശക്തമായ ചോദ്യം ചെയ്യലായിരിക്കും ഉണ്ടാകുക. കൃത്യമായ രേഖകളെല്ലാം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യൽ തുടരുകയാണ്. അവിടെ സഹിൻ ആന്റണിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.